മാധവിക്കുട്ടിയുടെ എൻ്റെ കഥയിൽ നിന്ന് സ്ത്രീക്ക് അവളുടെ പുരുഷൻ മാത്രമാണ് തണലും വിശ്രമവും. സ്നേഹിക്കപ്പെട്ടും ആരാധിക്കപ്പെട്ടും ജീവിച്ച അമ്മമ്മ വിധവയായി കഴിഞ്ഞപ്പോൾ വീണ്ടും വിവാഹം ചെയ്തിരുന്നുവെങ്കിൽ അവരുടെ ജീവിതം മുഷിഞ്ഞ മൽമൽ മുണ്ടാവുമായിരുന്നില്ല. സ്ത്രീക്ക് തൻ്റെ പുരുഷൻ ഈശ്വരനാണ്, ശ്രീകൃഷ്ണനാണ്. അയാളിലുള്ള ശ്രീകൃഷ്ണനെയാണ് അവൾ സ്നേഹിക്കുന്നത്. രണ്ടാമത് വിവാഹം ചെയ്താലും ആ ഭർത്താവിൽ അന്തർലീനനായി വസിക്കുന്ന ഭഗവാനെ മാത്രമാണ് അവൾ സ്നേഹിക്കുന്നത്. നാനാവിധ രൂപങ്ങളും പലവിധ നാമങ്ങളും നമ്മിൽ അമ്പരപ്പുളവാക്കുന്നു. അതെല്ലാം മിഥ്യയാണ്. പരിപൂർണ സ്നേഹം കൊണ്ടും സ്നേഹത്തിന് വേണ്ടിയുള്ള ബലിയർപ്പിക്കൽ കൊണ്ടും ഒരിക്കലും പാതിവ്രത്യഭംഗം സംഭവിക്കുകയില്ല. സ്നേഹം തപസ്സാണ്. തപസ്സിൻ്റെ അന്ത്യമായ സായുജ്യവും അതുതന്നെ.